തീക്കോയിൽ ശക്തമായ മഴയിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നു. അപകട സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ തകർന്ന അടുക്കളയിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അഖിൽ കെ നമുക്കൊപ്പം. അഖിൽ കെ, കനത്ത മഴയായിരുന്നു തീക്കോയി ഭാഗത്തൊക്കെ. ആ വീട്ടിൽ ഉണ്ടായിരുന്നവർക്ക് ഇനിയിപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ സാധ്യമാണോ? പൂർണ്ണമായും അടുക്കള ഭാഗമൊക്കെ തകർന്നു പോയോ? സുജയ, ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആ വീട്ടിൽ കഴിയുക, അതായത് ഒരു കുന്നിൻ ചെരുവിലാണ് ഈ വീടുള്ളത്. ആ വീട് നമുക്ക് ഒരു ഫോട്ടോയിൽ കാണാൻ സാധിക്കും. കുന്നിൻ ചെരുവിലാണ് വീടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗം, അടുക്കളയുടെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ കാലപ്പഴക്കമുണ്ട് വീടിന്. അടുക്കളയുടെ ഒരു ഭാഗമാണ് ഇത്തരത്തിൽ പൂർണ്ണമായും തകർന്ന് താഴേക്ക് പോയിരിക്കുന്നത്. തീക്കോയ് സ്വദേശിയായിട്ടുള്ള വർക്കി ചെറിയാന്റെ വീടാണ് ഇന്ന് ഉച്ചയ്ക്ക് 3:30 കൂടി തന്നെ ഇത്തരത്തിൽ നിലംപതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവർ വീട്ടിനുള്ളിൽ അവധിയാണ്, കുട്ടി ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഒപ്പം ഈ വർക്കി ചെറിയനും ഭാര്യയും കുട്ടിയുമാണ് വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അടുക്കള ഭാഗത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപകടം. കാരണം വീടിന്റെ അടുക്കള ഭാഗമാണ് താഴേക്ക് ഊർന്നു പോയത്. ആ സമയത്ത് ആരും അടുക്കളയിൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അപകടം തലനാരിക്ക് കുടുംബങ്ങൾക്ക് തന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ആ ഭാഗത്തൊക്കെ പ്രദേശമായിട്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ ശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മലയോര മേഖലയാണ്, ആ മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ അധികൃതർ, പഞ്ചായത്ത് അധികൃതർ അടക്കം ഇടപെട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവർ ആ വീട്ടിൽ കഴിയുന്നത് സുരക്ഷിതമല്ല. കാരണം അടുക്കള ഒരു ഭാഗം പൂർണ്ണമായും താഴേക്ക് ഊർന്നു പോയിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഭാഗങ്ങളിലും ഈ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പഞ്ചായത്ത് അധികൃതർ അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സുജയ, ശരി, ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ദൃശ്യങ്ങൾ കാണാം. കോട്ടയം തീക്കോയിൽ കനത്ത മഴ പെയ്തപ്പോഴാണ് ആ വീടിന്റെ അടുക്കള ഭാഗം തകർന്ന്